പറഞ്ഞേ പാലപ്പാണ്. അവർക്ക് നല്ലൊരു കോമ്പിനേഷൻ എന്താണ് നിങ്ങൾ പറയാം. ഞാൻ ഇടയ്ക്ക് നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ മധുരമുള്ളൊരു പാലപ്പും നല്ല സ്പൈസി ചിക്കൻ റോസ്റ്റും എങ്ങനെ ഉണ്ടാവും? അടിപൊളിയല്ലേ? ഇന്നുണ്ടാക്കിയാലോ? വാ. മാരിനേഷൻ ഫോർ ചിക്കൻ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമൺ ജ്യൂസ്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും സാധനങ്ങൾ ഇട്ടെടുത്തിട്ട് ലൈറ്റ് ആയിട്ടൊരു മസാല കൊടുക്കുക. പിന്നെ ജസ്റ്റ് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം കേട്ടോ. അടുത്തത് മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വറ്റൽമുളക് കാശ്മീർ ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ, പിന്നെ കുറച്ച് സ്പൈസസ്, ചെറിയുള്ളി, കുരുമുളക്, വലിയ ജീരകം ഇത്രയും മതി. എന്നിട്ട് അരച്ചെടുത്തോളൂ. ഇനി നോക്കി നിൽക്കണ്ട, വേഗം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളൂ. ഇനിയില്ലേ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് സവാള ചേർത്തെടുത്തിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പില്ലേ അതിക്ക് കുറച്ച് ഉപ്പ്, മുളക് പൊടി ഒക്കെ ചേർത്തെടുത്തിട്ട് എന്നിട്ട് നമ്മൾ മുന്നേ അരച്ച് വെച്ചിട്ടുള്ള മസാല തട്ടിക്കോളൂ. ഇനി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പോട് ചേർത്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് അങ്ങോട്ട് ചെരിഞ്ഞോ. മിക്സിങ്ങിലൊട്ടും കുറയണ്ട. എന്നിട്ടൊരു ഇച്ചിരി വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചോളൂ. പിന്നെ വറ്റിച്ച് റോസ്റ്റ് ആക്കിയിട്ടാണ് എടുക്കുക. അത്രേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടെടുത്തോളൂ. ഇനി ഇതിലേക്ക് കഴിക്കാന് അപ്പം ഉണ്ടാക്കണ്ടേ? ചിക്കൻ റോസ്റ്റിന്റെ കൂടെ പാലപ്പം, അതാണ് പൊളി. അപ്പൊ ഇനി ടേസ്റ്റ് എങ്ങനെയുണ്ടോ നോക്കണ്ടേ? കുറച്ച് ചിക്കൻ റോസ്റ്റിന് കോരിയിട്ടേ ആ അപ്പത്തിലേക്കാണ് തട്ടി കൊടുക്കുക. ചിക്കൻ റോസ്റ്റ് എന്ന് പറയുമ്പോഴേ നല്ല എരിവും ചെറിയൊരു മധുരം, ആ ഒരു കെച്ചപ്പൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചെറിയ മധുരം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുമ്പോൾ നല്ല പൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ. ടേസ്റ്റ് നോക്കി അപ്പം മുഴുവൻ ഞാൻ തന്നെ തിന്നീർക്കും. ഇവിടെ എടുത്തൊരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ആ വായിലേക്കൊന്ന് വെച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ സമയം കളയണ്ട, വേഗം തന്നെ ട്രൈ പണ്ണങ്കേ.